നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, നിത്യച്ചയുടെ ദേഹത്ത് കൈവച്ചിട്ട് അയാളെ വെറുതെ വിടാൻ പാടില്ല. ഇപ്പൊ തന്നെ പോയി ചോദിക്കണം. മോളെ നിത്യ, നീ വാ. നിന്റെ മുമ്പിൽ വെച്ച് അവൻ നിന്നെ തൊട്ട കൈ ഈ ചെറിയച്ചൻ തല്ലി ഒടിച്ചിരിക്കും. ശിവാനന്ദ വേണ്ട. ഏട്ടൻ എന്തേ പറയണേ? നിസ്സാര കാര്യമാണ് ഈ ചെയ്തിരിക്കണേ. ഇത്തരക്കാരോട് ക്ഷമിക്കാനാണെങ്കിലേ പിന്നെ നമ്മൾ ആണുങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളേ? അത്രയ്ക്ക് ചങ്കൂറ്റാണെങ്കിലേ ശിവാനന്ദനെ തടയാനുള്ള ആളുകളെ വിളിച്ച് നിർത്തട്ടെ. എനിക്കൊന്ന് കാണണമല്ലോ. എനിക്ക് നിന്റെ കാര്യത്തിൽ സംശയം ഉണ്ടായിട്ടല്ല ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ നീയും മോനും ഇതും പറഞ്ഞ അയാളുടെ ഉമ്മറത്തേക്ക് പോകും, ബഹളം ഉണ്ടാക്കും, ആളുകൾ കൂടും. എന്താ കാര്യം ചോദിക്കുമ്പോ നീ എന്ത് പറയും? അയാള് നിത്യമോളെ കയറി പിടിച്ചു എന്നല്ലേ? അല്ലാതെ വേറെ എന്ത് പറയാനാ? അയാളെ നിത്യമോള് കയറി പിടിച്ചു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയുമ്പോ കേൾക്കുന്നവര് മുഴുവൻ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്നുണ്ടോ? കുറച്ചു പേരെങ്കിലും പറയില്ലേ ഈ പറയുന്നൊന്നും അല്ല, ഇതിനപ്പുറത്തും നടന്നു കാണുന്നു. പിന്നെ ചോദ്യങ്ങൾ നിരനിരയായിട്ട് വരും. എന്തിനാ അവിടെ പോയി? പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തപ്പോ അവിടെ ഇരുന്നെന്തിനാ? അവസാനം എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്തും. അതിങ്ങനെ ആയിരിക്കും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എന്നുവെച്ചാ ഇവിടെ ഇരുന്ന് കരയുന്ന എന്റെ മോള് ചേത്തിയാണെന്ന് നാട്ടുകാർ മുഴുവൻ കണക്കാക്കും. ഏട്ടൻ എന്തൊക്കെയാ പറയണത്? അവര് പറയണെങ്കി പറഞ്ഞോട്ടെന്നേ. അവരുടെ നാവ് മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റൂ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ അവസ്ഥയിലും നീ നിന്റെ ഉദ്ദേശങ്ങളല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ? നിത്യമോൾക്കൊരു ചീത്തപ്പേര് കിട്ടിയാ നിനക്ക് പിന്നെ സന്തോഷിക്കാൻ വേറെ എന്താ വേണ്ടേ? എന്റെ പൊന്നോ, ഇനിയിപ്പൊ ഞാനിവിടെ നിന്നാലേ ആ കൃഷി ഓഫീസർ എന്റെ സ്വന്തക്കാരനാന്ന് വരെ പറഞ്ഞുണ്ടാക്കും. മോളെ എവിടേക്കാന്ന് വെച്ചാ പറഞ്ഞയച്ചോ, കിട്ടുന്നത് കൂടി അങ്ങ് വാങ്ങിച്ചു വെച്ചോ. ഒരു വഴക്കിനും പോവണ്ട. ഞാനിനി അങ്ങോട്ട് പോവാതിരുന്നാ മതിയല്ലോ. മോളെ നീ ഇനി അങ്ങോട്ടേക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും പോണ്ട. ചെറിയച്ഛൻ പറഞ്ഞ ശരിയാ മോളെ. കാര്യം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത സുജാതയുടെ കുടുംബത്തിൽ ആരെങ്കിലും എത്തിച്ചാലോ? അവർക്ക് നിന്നോടൊരു മതിപ്പില്ലാണ്ടാവില്ലേ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വലിയ വായിൽ പ്രസംഗിക്കാൻ പോകുന്നയാളാ അയാള്. എല്ലാവരുടെ മനസ്സിൽ ഇത് തന്നെയാണല്ലേ അച്ഛാ? പെണ്ണ് ഒന്ന് തല പൊക്കുന്നത് ആർക്കും കണ്ടുകൂടാ. കരഞ്ഞോടിപ്പോയതാ എന്റെ തെറ്റ്. ഞാൻ അവിടെ പ്രതികരിക്കണമായിരുന്നു. ശിവ, ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു ബഹളത്തിനും പോയേക്കരുത്. ഏട്ടാ, சார், இப்ப அந்த பெண்ணு நல்லதுன்னு உங்களுக்கு புரிஞ்சுதா? அந்த பொண்ணு தெറ്റായ வழிக்கு போன ஆளா இருந்தாலே இப்ப இந்த வழக்கு நடக்குமா? பாவம் சார், அப்பாவி பொண்ணு சார். உங்களுக்கு கரெக்டான ஜோடி. சாரோட முகம் பார்த்தாலே தெரியும் உங்களுக்கு புரிஞ்சுது இல்லையா? அப்பா கடவுளே, இனி எனக்கு வேற ஒண்ணும் வேண்டாம். சாரோட கன்ஃபியூஷன் போயாச்சு, அது போதும். அப்பவே நான் சொல்லலையா அவரு தான் உங்களுக்கு ஜோடின்னு? இவளு மட்டும்தான் ஜோடி. ചിലരെ മനസ്സിലാക്കാൻ അല്പം വൈകും. ஆமா சார், ஆமா, பரவாயில்லையா?
ആഹാ. എത്തേണ്ട ആള് കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അകത്തെ ഒരു ഭൂകമ്പം കഴിഞ്ഞിരിക്കുവാ. അച്ഛനും മോളും കൂടി മോനെ വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും കഥകളൊക്കെ പറയും. പക്ഷേ അതൊന്നും തൊണ്ട തൊടാണ്ട് വിഴുങ്ങണ്ട. ഈ അമ്മായി മോന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. എന്തു പറ്റി? ഇനി വന്ന് കാര്യങ്ങളൊന്നും ഏക്കില്ല അമ്മായി. ആമാ ആ മോനെ, എന്തുപറ്റി? എന്തിനാ നിത്യ കരയുന്നത്? മോള് ട്യൂഷൻ എടുക്കാൻ വീട്ടിൽ പോകുന്നുണ്ടല്ലോ, അവിടെ ഒരു അബദ്ധം സംഭവിച്ചു. എല്ലാവരും നല്ല മനുഷ്യരാണെന്നാ എന്റെ മോള് കരുതുന്നേ. പക്ഷെ ആ ദ്രോഹി. അളിയ, നിത്യയുടെ ഭാഗത്തൊന്നും തെറ്റൊന്നും ഉണ്ടായിട്ടില്ല. നിത്യ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ടോ? അത് സ്ത്രീകൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കണം എന്നുള്ള ചിന്ത കൊണ്ടല്ല. ഇത്തരം കാര്യങ്ങളെ പേടിച്ചിട്ട് തന്നെ. വിഷമിക്കണ്ട, ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. മോനെ, നിത്യനെ കാത്തുരക്ഷിക്കേണ്ടത് ഞാനല്ലേ. ഞാനൊരു വീഴ്ചയും വരുത്തില്ല. സംഭവിച്ച കാര്യങ്ങൾ അച്ഛനും ചെറിയച്ഛനും പറഞ്ഞു. പക്ഷെ അതിന് താനെന്തിനെങ്ങനെ കരഞ്ഞു തളരുന്നു? തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ എന്നോട് വാതോരാതെ സംസാരിച്ച ആളല്ലേ. ആ തൊഴിലാ എന്നെ ചതിച്ചത്. അത് കാര്യാക്കണ്ട. ആളുകൾ പല തരക്കാരുണ്ട്. എല്ലാവരെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിലുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.